എല്ലാവർക്കും നമസ്കാരം. 10th കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. 7th ചാപ്റ്ററായ സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ്, ഇതിലെ ലെറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ചാപ്റ്റർ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ, എന്നിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കെമിക്കൽ ഫോർമുല ഓഫ് സർട്ടൺ സോൾട്സ് ആർ ഗിവൺ. കുറച്ച് സോൾട്സിന്റെ കെമിക്കൽ ഫോർമുല തന്നിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് വൺസ് ഫ്രം ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു ദം ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. ഇവയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ നോക്കിയേ, KCl എന്തൊക്കെയാണ്? KCl NH4 ടോയ്സ് SO4 AlCl3 CH3 NOA. ഇത് ഇത്രയാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ ആദ്യമേ നോക്കാം. KCl ഡസ് നോട്ട് അണ്ടർഗോ ഹൈഡ്രോളിസിസ്. KCl ഹൈഡ്രോളിസിന് വിധേയമാവുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. കാരണം എന്താണ്? KCl എന്ന് പറയുമ്പോൾ എന്താണ്? പൊട്ടാസ്യം ക്ലോറിനും അല്ലേ. അതായത് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് കേട്ടോ. ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സോൾട്ട് ആണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ആണ് ഇല്ലേ. പൊട്ടാസ്യം സ്ട്രോങ് ആണ്, ക്ലോറിനും സ്ട്രോങ് ആണ്. അപ്പം സ്ട്രോങ് ആസിഡിൽ നിന്നും സ്ട്രോങ് ബേസും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് അവിടെ KCl ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഹൈഡ്രോളിസിസ് ഇല്ലേ, അത് ഹൈഡ്രോളിസിന് വിധേയമാകുന്നില്ല കേട്ടോ. കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. അടുത്തത് NH4 ടോയ്സ് SO3 ഈസ് ആൻ അസിഡിക് സോൾട്ട്. ഇതൊരു അസിഡിക് സോൾട്ട് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് അസിഡിക് സോൾട്ട് ആണോ? ഇതൊരു അസിഡിക് സോൾട്ട് ആണ് കേട്ടോ. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. കാരണം എന്താണ്? ഇത് കമ്പൈൻ ചെയ്തിരിക്കുന്നത് NH4OH ആണ്, അതായത് വീക്ക് ബേസ് ആണ്. അതുപോലെ തന്നെ സ്ട്രോങ് ആസിഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് കമ്പൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ആണ്. അപ്പൊ എന്തായിരിക്കും കാണിച്ചിരിക്കുന്നത്? ആസിഡിക് പ്രോപ്പർട്ടി ആയിരിക്കും കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് AlCl3 ഇസ് എ ബേസ് സോൾട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. AlCl3 ഇസ് എ ബേസിക് സോൾട്ട് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബേസിക് ലവണമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതൊരു ബേസിക് ലവണമല്ല, അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഒരു അസിഡിക് സോൾട്ട് ആണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? സ്ട്രോങ് ആസിഡ് ആയിട്ടുള്ള HCl-ഉം അതുപോലെ തന്നെ വീക്ക് ബേസ് ആയിട്ടുള്ള AlOH3 ടോയ്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊരു ബേസിക് അല്ല, ഒരു അസിഡിക് ആയിട്ടുള്ള സോൾട്ട് ആണ് കേട്ടോ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഇനി ഫോർത്ത് വൺ, CH3CONA is used to increase the basicity of an aqueous solution. അതായത് ഒരു ജലീയ ലായനിയുടെ ബേസികത വർദ്ധിപ്പിക്കാൻ CH3CONA ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കറക്റ്റ് ആണ്. സോഡിയം അസറ്റേറ്റ് ആണ് കേട്ടോ. ഇത് സോഡിയം അസറ്റേറ്റ് ആണ്. ഇതൊരു ബേസിക് ആയിട്ടുള്ള സോൾട്ട് ആണ് കേട്ടോ. ഒരു ബേസിക് ആയിട്ടുള്ള സോൾട്ട് ആണ്. ഇത് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? NaOH കേട്ടോ. NaOH-ഉം അതുപോലെ തന്നെ CH3COH കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇത് NaOH എന്ന് വെച്ചാൽ സ്ട്രോങ് ആണ്. CH3COH ആസിഡ് എന്താണ്? അത് വീക്ക് ആസിഡും ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? ഇതൊരു ബേസിക് സോൾട്ട് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ബേസിസിറ്റി, സൊല്യൂഷന്റെ ബേസിസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? ഒന്നാമത്തെ കറക്റ്റ് ആണ്, രണ്ടാമത്തെ കറക്റ്റ് ആണ്, നാലാമത്തെ കേട്ടോ. അപ്പൊ ഈ 3 സ്റ്റേറ്റ്മെന്റ് ഇവിടെ കറക്റ്റ് ആണ്. Then second question എന്താണ്? എ ഫ്ലോ ചാർട്ട് ഓഫ് ദി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈസ് ഗിവൺ ബിലോ. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ വ്യവസായ നിർമ്മാണത്തിന് ഫ്ലോ ചാർട്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇല്ല, ഇവിടെ എയും ബിയും, അതായത് എയും ബിയും എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം H2ഉം Cl2ഉം ഡയറക്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? HCl അല്ലേ. ഇവിടെ നമുക്ക് HCl ആണ് ഇവിടെ കിട്ടുന്നതല്ലേ. 2HCl ആണല്ലോ. ദെൻ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതിനെ എന്തോ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആക്കി മാറ്റുന്നില്ല. അതായത് ബി എന്ന് പറഞ്ഞിരിക്കുന്നത് ഡി അയണൈസ്ഡ് വാട്ടർ ആണ് അല്ലേ. ഡി അയണൈസ്ഡ് വാട്ടർ ആണ് കേട്ടോ. ഡി അയണൈസ്ഡ് വാട്ടർ ആണ്. അതിലും കൂടെ കടത്തി വിട്ടിട്ടാണ്, മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് പ്യൂർ ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? HCl ആണ് കേട്ടോ. HCl ആണ്. ബി എന്ന് വെച്ചാൽ ഡി അയണൈസ്ഡ് വാട്ടറുമാണ്. Third question, a word web indicating the uses of a compound is given. Complete it by adding A, B, C and D. അതായത് ഒരു സംയുക്തത്തിന് ഉപയോഗങ്ങൾ സൂചിപ്പിക്കുന്ന പദസൂര്യനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. വേർഡ് വെബ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ABCD എഴുതി പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹിന്റുകൾ തന്നിട്ടുണ്ട്. അതൊക്കെയാണ് ടു പ്രിപ്പയർ മെഡിസിൻസ് ലൈക്ക് ആസ്പിരിൻ, അതുപോലെ യൂസ്ഡ് ടു പ്യൂരിഫൈ ബോക്സൈറ്റ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് അമോണിയ. ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണല്ലേ. NaOH ആണ് കേട്ടോ. NaOH ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പം NaOHന്റെ ബാക്കി യൂസസ് എഴുതിയാൽ മതിയല്ലോ. എന്തൊക്കെ നമുക്ക് എഴുതാം? ഇവിടെ എന്തെഴുതാം? പ്രിപ്പറേഷൻ ഓഫ് എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് റയോൺ അല്ലേ. അത് വേണമെങ്കിൽ എഴുതാം. പ്രിപ്പറേഷൻ യൂസസ് ഓഫ് നമ്മൾ കണ്ടതല്ലേ. യൂസസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് റയോണിന്റെ നിർമ്മാണം. പിന്നെന്താണ്? പ്രിപ്പറേഷൻ ഓഫ് പിന്നെന്താണ്? പേപ്പർ അല്ലേ. പേപ്പറിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മാനുഫാക്ചർ ഓഫ് സോപ്പ്, ഡിറ്റർജന്റ് എക്സെട്ര ഇതൊക്കെ എഴുതാമല്ലോ. മാനുഫാക്ചർ ഓഫ്
മാനുഫാക്ചർ അല്ലേ, മാനുഫാക്ചർ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് എന്ന് എഴുതിയാലും മതി കേട്ടോ. പ്രിപ്പറേഷൻ എന്ന് എഴുതാം. പ്രിപ്പറേഷൻ ഓഫ് സോപ്പ് ഇല്ലേ, സോപ്പ്, ഡിറ്റർജൻറ്റ് ഇല്ലേ. ആ യൂസസ് നിങ്ങളങ്ങ് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഡിറ്റർജൻറ്റ് ബുക്കിൽ അതേപടി കിടപ്പുണ്ടെന്നങ്ങ് എഴുതി വെച്ചാൽ മതിയേ. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുക. എക്സ്പ്ലെയിൻസ് വിത്ത് കെമിക്കൽ ഇക്വേഷൻസ് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ചേംബേഴ്സ് ഓഫ് ദി മെംബ്രെയിൻ സെൽ ഡ്യൂറിങ് ദ ക്ലോർ ആൽക്കലി പ്രോസസ്സ്. അതായത് ക്ലോർ ആൽക്കലി പ്രക്രിയയിൽ സ്ഥലസെല്ലിൽ ഇടത്തെ അറയിലും വലത്തെ അറയിലും നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ രാസസമവാക്യം സഹിതം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഏതാണ്? ക്ലോർ ആൽക്കലി പ്രോസസ് ആണല്ലേ. അപ്പോൾ ക്ലോർ ആൽക്കലി പ്രോസസ് എന്ന് പറയുമ്പം ഏതിൽ വരുന്നതാണ്, ഏതിൻ്റെ നിർമ്മാണത്തിൽ വരുന്നതാണ്? ഓർക്കുക, സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ അല്ലേ, സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ പ്രോസസ്സാണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് നിർമ്മിക്കുന്ന പ്രോസസ്സാണ് ക്ലോർ ആൽക്കലി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം രണ്ട് ചേമ്പർ ഉണ്ടെന്ന് പറഞ്ഞു. റൈറ്റ് ചേമ്പറിലും ലെഫ്റ്റ് ചേമ്പറിലും നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പറഞ്ഞിട്ടുണ്ട് ടൈപ്പ് ഓഫ് റിയാക്ഷൻ എഴുതാൻ വേണ്ടിയിട്ടുണ്ട്, കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ടുണ്ട്, ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നതും കോമ്പൗണ്ട് ഫോം ചെയ്യുന്നതും ഏത് കോമ്പൗണ്ടാണോ ഫോം ചെയ്യുന്നതെന്നും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യമേ ലെഫ്റ്റ് ചേമ്പർ നോക്കാം കേട്ടോ. ലെഫ്റ്റ് ചേമ്പർ, ലെഫ്റ്റും ഇതാ ഇങ്ങനെ അങ്ങ് എഴുതാം, ലെഫ്റ്റും റൈറ്റും ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ലെഫ്റ്റിൽ എന്താണ് നടക്കുന്നത്? ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ആനോഡാണ് അല്ലേ. അത് മനസ്സിലാക്കുക കേട്ടോ. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ആനോഡാണ്. ആനോഡിൽ നടക്കുന്ന ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ്? ഓക്സിഡേഷൻ അല്ലേ. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ആനോഡാണ്. അവിടെ നടക്കുന്നത് ഏതാണ്? ഓക്സിഡേഷൻ ആണ് അവിടെ നടക്കുന്നത്. അവിടെ നടക്കുന്ന റിയാക്ഷൻ എങ്ങനെയാണ് വരുന്നത്? 2Cl മൈനസ് ഇല്ലേ, ഗീസ് Cl2 ഇല്ലേ, Cl2 പ്ലസ് 2 ഇലക്ട്രോൺ അല്ലേ. അവിടെ Cl2 ഗ്യാസ് ആണ് അവിടെ ലിബറേറ്റ് ചെയ്യുന്നത്. ചോദിച്ചിട്ടുള്ളത് ഗ്യാസ് ലിബറേറ്റഡ് ഇല്ലേ, ക്ലോറിൻ ഗ്യാസ് ആണ് ഇല്ലേ. എന്ത് പറയാം? ക്ലോറിൻ ഗ്യാസ് ആണ് അവിടെ ലിബറേറ്റ് ചെയ്യുന്നത്. ക്ലോറിൻ ഗ്യാസ് ലിബറേറ്റഡ് എന്ന് പറയാം. മനസ്സിലായല്ലോ. ഇനി റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഏതാണ്? കാഥോഡാണല്ലോ. റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ കാഥോഡാണ്. കാഥോഡിൽ നടക്കുന്ന ഏതാണ്? റിഡക്ഷൻ ആണ് അല്ലേ. കാഥോഡിൽ നടക്കുന്നത് റിഡക്ഷൻ ആണ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? 2H2O പ്ലസ് 2 ഇലക്ട്രോൺ കേട്ടോ, ഗീവ്സ് H2 പ്ലസ് 2OH മൈനസ്. OH മൈനസ് നമ്മൾ ബാലൻസ് ചെയ്യുമ്പോഴാണ് പിന്നെ 2 ഒക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ഇല്ലേ. ഇവിടെ ഏതാണ് ലിബറേറ്റ് ചെയ്യുന്നത്? ഹൈഡ്രജൻ ആണ് അല്ലേ, ഹൈഡ്രജൻ കേട്ടോ. ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഇവിടെ ലിബറേറ്റ് ചെയ്യുന്നത്. ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റഡ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ രൂപീകരിക്കപ്പെടുന്ന സംയുക്തം ഏതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. സൊല്യൂഷൻ എന്തുണ്ട്? സോഡിയം അയൺ ഉണ്ട് അല്ലേ. സൊല്യൂഷനിൽ സോഡിയം അയണും ഉണ്ട്, Na+ അയണും ഉണ്ട്, അതുപോലെ തന്നെ OH- അയണും ഉണ്ട്. അതും കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്താണ് ഉണ്ടാകുന്നത്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. മനസ്സിലായല്ലോ. ആൻസർ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആനോഡ് എന്ന് പറയുമ്പോൾ ഏതാണ്? ലെഫ്റ്റ് ആണ് കേട്ടോ. ലെഫ്റ്റ് ചേംബറിലാണ്, ആനോഡാണ്. അവിടെ നടക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. ഇക്വേഷൻ എഴുതി. ലിബറേറ്റ് ചെയ്യുന്നത് ക്ലോറിൻ ഗ്യാസ് ആണ്. കാഥോഡ് എന്ന് പറയുമ്പോൾ ഏതാണ്? റൈറ്റ് ചേംബർ ആണ് കേട്ടോ. കാഥോഡ് എന്ന് പറയുമ്പോൾ റൈറ്റ് ചേംബർ ആണ്. റിഡക്ഷൻ നടക്കുന്നുണ്ട്. ഇക്വേഷൻ നമ്മൾ എഴുതി ഹൈഡ്രജൻ ആണ് അവിടെ ലിബറേറ്റ് ചെയ്യുന്നത്. ദെൻ സൊല്യൂഷനിൽ എന്താണ്? സോഡിയം അയൺസ് ആൻഡ് ഹൈഡ്രോക്സൈഡ് അയൺസ് ഫോംഡ് കമ്പൈൻ ടു പ്രൊഡ്യൂസ് സോഡിയം ഹൈഡ്രോക്സൈഡ് അവിടെ ഉണ്ടാകുന്നു. മലയാളം മീഡിയത്തിലെ കുട്ടികൾക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി എഴുതിയെടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദി ബേസിസിറ്റി ഓഫ് ഫോസ്ഫോറിക് ആസിഡ് H3PO4 ഈസ് 3. ഫോസ്ഫോറിക് ആസിഡിന്റെ ബേസിസിറ്റി എന്ന് പറഞ്ഞാൽ ബേസികത 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ദ അയനൈസേഷൻ ഇക്വേഷൻസ് ഓഫ് ഫോസ്ഫോറിക് ആസിഡ്. ഫോസ്ഫോറിക് ആസിഡിന്റെ അയോണീകരണ സമവാക്യങ്ങൾ എഴുതുക. റൈറ്റ് ദ പോസിബിൾ സോൾട്സ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് വെൻ ഫോസ്ഫോറിക് ആസിഡ് റിയാക്ട് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്. ഫോസ്ഫോറിക് ആസിഡ് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ലവണങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യമേ അയോണിക സമവാക്യം നമുക്ക് എഴുതാം. ഫോസ്ഫോറിക് ആസിഡ് അല്ലേ, അതായത് H3PO4 ആണല്ലേ. അപ്പം 3 ആണ് അതിൻ്റെ ബേസികത എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം H3 നമുക്ക് എങ്ങനെ എഴുതാം? H+. നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് എഴുതുകയാണെന്നുള്ള H+ ആവുന്നുണ്ട്. പ്ലസ് എന്താണ്? H2PO4 മൈനസ് വരും. പിന്നെ എന്താണ് അടുത്ത സ്റ്റെപ്പിൽ വേണമെങ്കിൽ എങ്ങനെ എഴുതാം? H2PO4 അല്ലേ. H2PO4 മൈനസ് ആണ്. അത് പിന്നെ അടുത്ത് അല്ലേ 3 ആണ് വരേണ്ടത് അല്ലേ. ബേസിസിറ്റി 3 ആണ് വരേണ്ടത്. ദെൻ HPO4 2 മൈനസ് വരും. ഇനി അടുത്ത ഏതാണ്? HPO4 അല്ലേ, 2 മൈനസ്. ദെൻ ഹൈഡ്രജൻ അയണായി. ദെൻ PO4 3 മൈനസ് വരും. ഇതാണ് അയോണീകരണ സമവാക്യം എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ.
then അടുത്ത എന്താണ് ചോദിക്കുന്നത് ഫോസ്ഫോറിക് ആസിഡ് അല്ലേ ഫോസ്ഫോറിക് ആസിഡ് അതായത് ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുമ്പോൾ H3PO4 അത് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ള വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും അതായത് then H2PO4 കേട്ടോ H2PO4 പ്ലസ് H2 ജലവും അവിടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നുണ്ട് അതായത് ഇതിന് പറയുന്ന പേര് സോഡിയം നോക്കൂ സോഡിയം ഡൈഹൈഡ്രജൻ കേട്ടോ സോഡിയം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് എന്നാണ് പറയുന്നത് സോഡിയം രണ്ട് ഹൈഡ്രജൻ അല്ലേ ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് പിന്നെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള മറ്റൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇത് തന്നെയാണ് കേട്ടോ റിയാക്റ്റൻസ് അത് തന്നെയാണ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് Na2HPO4 കേട്ടോ പ്ലസ് H2O റിയാക്റ്റൻസ് ആയിട്ട് ഇത് തന്നെയാണ് കേട്ടോ H3PO4 പ്ലസ് NaOH തന്നെയാണ് കേട്ടോ അപ്പോൾ അത് തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഇത് ഉണ്ടാകുന്നുണ്ട് ഇത് എന്താണ് രണ്ട് സോഡിയം അല്ല സോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ഉണ്ടാകും അതുപോലെ തന്നെ അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H3PO4 NaOH നമ്മൾ കമ്പൈൻ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് Na3PO4 ആണ് കേട്ടോ Na3PO4 പ്ലസ് H2O ഇക്വേഷൻ ബാലൻസ് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഒരു 3 വരും കേട്ടോ ഇവിടെ ഒരു 2 കൂടെ വരുവേ അപ്പോൾ ഇതെന്താണ് സോഡിയം ഫോസ്ഫേറ്റ് ആണ് കേട്ടോ സോഡിയം ഫോസ്ഫേറ്റ് അപ്പോൾ ഇങ്ങനെയുള്ള 3 ലവണങ്ങളാണ് ഫോസ്ഫോറിക് ആസിഡ് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് അയനൈസേഷൻ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇക്വേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കൃത്യമായിട്ട് മനസ്സിലാക്കി നോക്കി എഴുതിയെടുക്കുക കേട്ടോ സോഡിയം ഇതാ നോക്കുക ഇത് പറഞ്ഞാൽ സോഡിയം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ആണ് പിന്നെ സോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് ആണ് പിന്നെ സോഡിയം ഫോസ്ഫേറ്റ് ഇത് 3 ലവണങ്ങളാണ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് അടുത്ത നോക്കുക എക്സ്പ്ലെയിൻ ദ എഫക്റ്റ് ഓഫ് പ്രഷർ ഓൺ ദ ഫോളോയിങ് റിവേഴ്സിബിൾ റിയാക്ഷൻ പ്രഷറിൻ്റെ കേട്ടോ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് അതാ നോക്കിയേ പ്രഷറിൻ്റെ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാവുക 2 സ്ഥലത്ത് നോക്കിയേ തന്മാത്രകളുടെ എണ്ണം നോക്കുക റിയാക്റ്റൻ്റെ സൈഡിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത് റിയാക്റ്റൻ്റെ സൈഡിൽ എന്തിനാണ് 1 2 ഇല്ലേ പ്രൊഡക്റ്റിൻ്റെ സൈഡിലും 2 ആണ് വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് പ്രഷറിന് അവിടെ സ്വാധീനം ഉണ്ടോ ഇല്ല അല്ലേ പ്രഷറിന് അവിടെ സ്വാധീനം ഇല്ല നോ ഇൻഫ്ലുവൻസ് എന്ന് പറയാം അല്ലേ നോ ഇൻഫ്ലുവൻസ് ഓഫ് പ്രഷർ എന്ന് പറയല്ലേ പ്രഷറിന് അവിടെ സ്വാധീനമൊന്നുമില്ല ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത് 2 ഇക്വേഷൻ ഉണ്ടല്ലോ അല്ലേ ആദ്യത്തെ കേസിൽ പ്രശ്നം സ്വാധീനമില്ലേ ഈ കേസിൽ വരുമ്പോൾ ഇവിടെ എത്രയാണ് ഇവിടെ 1 3 1 4 വരും ഇവിടെ 2 ആണ് വരുന്നത് അല്ലേ അപ്പോൾ നോക്കിയാൽ റിയാക്റ്റൻ്റെ സൈഡിൽ എങ്ങനെയാണ് റിയാക്റ്റൻ്റെ സൈഡിൽ കൂടുതലും പ്രൊഡക്റ്റിൻ്റെ സൈഡിൽ എങ്ങനെയാണ് കുറവാണ് അല്ലേ അതായത് ഉൽപ്പന്ന ഭാഗത്ത് അല്ലേ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന പ്രൊഡക്റ്റ് സൈഡ് ഈസ് ലെസ് ദാൻ ആണ് അല്ലേ പ്രൊഡക്റ്റ് സൈഡിൻ്റെ നമ്പർ ലെസ് ആണ് 2 ആണ് റിയാക്റ്റൻ്റെ സൈഡിലാണ് കൂടുതൽ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അപ്പം മർദ്ദം കൂടുമ്പോൾ എന്തായിരിക്കും പുരോപ്രവർത്തനം എന്ന് പറയുമ്പോൾ എന്താണ് ഫോർവേഡ് റിയാക്ഷൻ അല്ലേ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രഷർ അവിടെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ഒരു കേസ് വരുമ്പോൾ കേട്ടോ പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് അവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത് മനസ്സിലായല്ലോ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ദി ഇൻഫ്ലുവൻസ് ഓഫ് പ്രഷർ ഓൺ ഇക്വിലിബ്രിയം സിൻസ് എ നമ്പർ ഓഫ് മോൾസ് ഓഫ് മോളിക്യൂൾസ് ഓൺ ദ റിയാക്റ്റന്റ് സൈഡ് ആൻഡ് ദ പ്രൊഡക്റ്റ് സൈഡ് ആർ ദ സെയിം പ്രഷർ ഹാസ് നോ ഇൻഫ്ലുവൻസ് ആദ്യത്തെ കേസിൽ കേട്ടോ അഭികാരക ഭാഗത്തും ഉൽപ്പന്ന ഭാഗത്തും ഒരേ മോൾ എണ്ണം തന്മാത്രകളായതിനാൽ മർദ്ദത്തിന് അവിടെ സ്വാധീനമില്ല രണ്ടാമത്തെ കേസിൽ എങ്ങനെയാണ് റിയാക്റ്റന്റ് സൈഡിൽ എണ്ണം കൂടുതലാണ് അല്ലേ സിൻസ് എ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ദ പ്രൊഡക്റ്റ് സൈഡ് ഈസ് ലെസ് ദാൻ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓൺ ദ റിയാക്റ്റന്റ് സൈഡ് അതായത് പ്രൊഡക്റ്റ് സൈഡിൽ എങ്ങനെയാണ് കുറവാണ് അപ്പം റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ് വെൻ ദ പ്രഷർ ഈസ് ഇൻക്രീസ്ഡ് അല്ലെ പ്രഷർ കൂടുമ്പോൾ ഫോർവേഡ് റിയാക്ഷൻ്റെ റേറ്റും അവിടെ കൂടും ഉൽപ്പന്ന ഭാഗത്തെ തന്മാത്രകളുടെ എണ്ണം അഭികാരക ഭാഗത്തെ തന്മാത്രകളുടെ എണ്ണത്തേക്കാൾ കുറവായതിനാൽ മർദ്ദം കൂടുമ്പോൾ പുരോപ്രവർത്തന വേഗം അവിടെ കൂടും ഫോർവേഡ് റിയാക്ഷൻ റേറ്റ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത് അടുത്ത നോക്കിയേ ഇക്വേഷൻ ആണ് 2NO + O2 ഗീവ്സ് ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണല്ലേ നോക്കിയോ സിമ്പിൾ കണ്ടല്ലോ 2NO2 ഇല്ലേ കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ ബൈ ഇൻഡിക്കേറ്റിംഗ് ദ പോസിബിൾ മെഷേഴ്സ് ടു ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് NO2 ഇൻ ദിസ് കെമിക്കൽ റിയാക്ഷൻ അതായത് ഈ രാസപ്രവർത്തനത്തിൽ NO2ൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനായി എന്തെല്ലാം ചെയ്യാമെന്ന് ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കി അവിടെ സൂചിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് NO2ൻ്റെ അളവ് അവിടെ വർദ്ധിക്കണം കേട്ടോ NO2ൻ്റെ അളവ് അവിടെ ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണല്ലോ അപ്പം NO2ൻ്റെ അളവ് അവിടെ വർദ്ധിപ്പിക്കണമെങ്കിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം ടെമ്പറേച്ചർ അവിടെ എന്ത് ചെയ്യണം ടെമ്പറേച്ചർ അവിടെ കുറയ്ക്കണം ഡിക്രീസ് ചെയ്യണം കേട്ടോ ടെമ്പറേച്ചർ എന്താണ് കുറയ്ക്കണം ഇനി
പ്രഷർ എന്താണ് ചെയ്യേണ്ടത്? പ്രഷർ റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ് അല്ലേ? പ്രഷർ അവിടെ എന്ത് ചെയ്യണം? പ്രഷർ അവിടെ കൂട്ടണം കേട്ടോ, പ്രഷർ കൂട്ടണം, ഇൻക്രീസ് ചെയ്യണം. ഇനി O2 ഇതാ നോക്കുക, എമൗണ്ട് ഓഫ് ഓക്സിജൻ എന്താ നോക്കിയ, എമൗണ്ട് ഓഫ് ഓക്സിജൻ്റെ അളവ് എങ്ങനെയാണ്? NO2ൻ്റെ അളവല്ല കൂട്ടണം. അപ്പോൾ എന്താണ് എമൗണ്ട് ഓഫ് ഓക്സിജൻ്റെ അളവ് എങ്ങനെയാണ്? അത് കൂട്ടണം, ഇൻക്രീസ് ചെയ്യണം. മനസ്സിലായല്ലോ? ഇനി എമൗണ്ട് ഓഫ് എന്നോയുടെ അളവ് എങ്ങനെയാണ്? എന്നോയുടെ അളവും കൂട്ടുക. അപ്പം NO2ൻ്റെ അളവ് പ്രൊഡക്റ്റ് അല്ല, അപ്പോൾ NO2ൻ്റെ അളവ് സ്വാഭാവികമായിട്ടും കൂടും. മനസ്സിലാവുന്നില്ല? അപ്പോൾ ടെമ്പറേച്ചർ മാത്രമാണ് അവിടെ കുറയ്ക്കേണ്ടത്, ബാക്കി സിറ്റുവേഷൻസിലെല്ലാം എന്താണ്? കൂട്ടുവാണ് വേണ്ടത്. ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മലയാളം മീഡിയത്തിലെ കുട്ടികൾ നോക്കി എഴുതുക കേട്ടോ. ടെമ്പറേച്ചർ കുറയ്ക്കുക, മർദ്ദവും ഓക്സിജന്റെ അളവും എന്നോയുടെ അളവും ഒക്കെ എങ്ങനെയാണ്? കൂട്ടണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഹേബർ പ്രോസസ് ഈസ് ആൻ എക്സോതെർമിക് പ്രോസസ് ഇല്ലേ? ഹേബർ പ്രോസസ് നമ്മൾ കണ്ടതാണ്, എക്സോതെർമിക് പ്രോസസ് ആണ്. വാട്ട് ചേഞ്ചസ് ക്യാൻ ബി ഡൺ ഇൻ ദ സിസ്റ്റം ടു ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റിന്റെ എമൗണ്ട് കൂട്ടാൻ നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് അവിടെ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഹേബർ പ്രോസസ് ആണല്ലേ. ഹേബർ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എക്സോതെർമിക് ആണ് അല്ലേ? ഹേബർ പ്രോസസ് എന്ന് പറഞ്ഞിരിക്കുന്ന എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പോൾ എന്താണ്? പ്രൊഡക്റ്റിന്റെ ഈൽഡ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ടെമ്പറേച്ചർ, എക്സോതെർമിക് അല്ലേ, മനസ്സിലാവുന്നില്ല? താപമോചകമാണ്. അപ്പോൾ എന്താണ്? ടെമ്പറേച്ചർ അവിടെ എന്ത് ചെയ്യണം? കുറയ്ക്കണം. മനസ്സിലാവുന്നില്ലേ? ടെമ്പറേച്ചർ അവിടെ കുറച്ചാൽ മാത്രമേ ഉള്ളൂ പ്രൊഡക്റ്റിന്റെ ഈൽഡ് അവിടെ കൂടത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? അതുപോലെ തന്നെ ഇതിൽ മർദ്ദം കൂട്ടുക അല്ലെ പ്രഷർ കൂട്ടുവാണെങ്കിൽ എന്ത് ചെയ്യും? പ്രഷർ കേട്ടോ, ഇത് പ്രൊഡക്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഇത് പ്രൊഡക്റ്റ് ആണ്. ഇനി പ്രഷറോ? പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ പ്രൊഡക്റ്റിന്റെ ഈൽഡും അവിടെ കൂടും അല്ലേ? പ്രഷർ കൂട്ടിക്കഴിഞ്ഞാലും പ്രൊഡക്റ്റിന്റെ ഈൽഡ് കൂട്ടും. ക്ലിയർ ആയല്ലോ? അതുപോലെ മറ്റൊരു മാർഗം കൂട്ടാല് പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് എന്താണ് റിമൂവ് ചെയ്തിട്ട് റിയാക്റ്റൻസും ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നാണ് പ്രൊഡക്റ്റിന്റെ അളവ് അവിടെ നമുക്ക് കൂട്ടാൻ സാധിക്കും. പഠിച്ചാണ് ഹേബർ പ്രോസസ് കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിൻസ് ദ ഹേബർ പ്രോസസ് ഈസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ, ദ ഈൽഡ് ഓഫ് ദി പ്രൊഡക്റ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ലോവറിംഗ് ദ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നോക്കിയേ, ഈൽഡ് ഓഫ് ദ പ്രൊഡക്റ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഇൻക്രീസിംഗ് ദ പ്രഷർ ഇൻ ദ സിസ്റ്റത്തിലെ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ. പിന്നെ എന്താണ്? ഈൽഡ് ഓൾസോ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ റിമൂവിംഗ് ദ പ്രൊഡക്റ്റ് ഫ്രം ദ സിസ്റ്റം ആൻഡ് ബൈ ആഡിങ് മോർ റിയാക്റ്റൻസ്. അതായത് നോക്കട്ടോ, ഉൽപ്പന്നം വ്യൂഹത്തിൽ നിന്നും മാറ്റുന്നതിലൂടെയും കൂടുതൽ അഭികാരങ്ങൾ ചേർക്കുന്നതിലൂടെയും ഉൽപ്പന്നത്തിന്റെ അളവ് കൂട്ടാൻ സാധിക്കും. നമ്മൾ പറഞ്ഞു താപനില കുറയ്ക്കാന്നുള്ളൊരു കാര്യം പറഞ്ഞു ഇല്ലേ? അതുപോലെ തന്നെ മർദ്ദം കൂട്ടുക. ഇതൊക്കെ നമുക്ക് ഹേബർ പ്രോസസ്സിൽ പ്രൊഡക്റ്റിന്റെ അളവ് നമുക്ക് കൂട്ടാൻ സാധിക്കും. അവിടെ നോക്കിയേ, കംപ്ലീറ്റ് ദ ടേബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കെമിക്കൽ നെയിം ഓഫ് ദ കോമ്പൗണ്ട് പ്രസന്റ് ഇൻ ദ ഫെർട്ടിലൈസർ, വളത്തിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തത്തിന്റെ രാസനാമമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം എന്താണ്? പ്രൈമറി ന്യൂട്രിയൻസ് ഇൻ ദ ഫെർട്ടിലൈസർ. കാൽസ്യം നൈട്രേറ്റ് ഉണ്ടല്ലോ, കാൽസ്യം നൈട്രേറ്റിലെ പ്രാഥമിക പോഷണം ഇല്ലേ? പ്രാഥമിക പോഷണം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെയാണ്? നൈട്രജൻ ആണല്ലോ. കാൽസ്യം നൈട്രേറ്റ് ഇല്ല, അപ്പോൾ ഏതാണ്? നൈട്രജൻ ആണ്. ഇവിടെ നൈട്രജൻ ആണ്. ഇനി അമോണിയം ഫോസ്ഫേറ്റിന്റെ കേസിൽ വരുമ്പോഴോ അതും എന്താണ്? നൈട്രജൻ ആണ് അല്ലേ? നൈട്രജൻ. കാൽസ്യം ഫോസ്ഫേറ്റ് വരുമ്പോൾ അതാണ് ഫോസ്ഫറസ് ആണ് കേട്ടോ, ഫോസ്ഫറസ് ആണ്. പൊട്ടാസ്യം സൾഫേറ്റ് വരുമ്പോൾ പൊട്ടാസ്യം ആണ് കേട്ടോ, പൊട്ടാസ്യം. ഇനി സെക്കൻഡറി ന്യൂട്രിയൻ ഇൻ ദ ഫെർട്ടിലൈസർ, വളത്തിലടങ്ങിയ ദ്വിതീയ പോഷണം. കാൽസ്യം നൈട്രേറ്റിൽ ഏതാണ്? കാൽസ്യം ആണ് അല്ലേ? കാൽസ്യം ആണ്. അമോണിയം സൾഫേറ്റിലാവുമ്പം സൾഫർ കേട്ടോ, സൾഫർ ആണ്. കാൽസ്യം ഫോസ്ഫേറ്റിലാവുമ്പോൾ കാൽസ്യം ആണ്. ദെൻ പൊട്ടാസ്യം സൾഫേറ്റിലാവുമ്പം സൾഫർ ആണ്. മനസ്സിലായല്ലോ? കൊടുത്തിട്ടുണ്ട്, നോക്കി എഴുതുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എക്സാമിൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു കോണ്ടാക്ട് പ്രോസസ് കേട്ടോ. കോണ്ടാക്ട് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് വിച്ച് എമംഗ് ABC ഓർ D ഈസ് കറക്റ്റ്. ABCD ഉണ്ടാവത്തില്ല, ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോണ്ടാക്ട് പ്രോസസ് ഏത് നിർമ്മിക്കുന്നതാണ്? സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നതാണല്ലോ കോണ്ടാക്ട് പ്രോസസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? നോക്കാം. കോണ്ടാക്ട് പ്രോസസ് ഈസ് ദ പ്രോസസ് ഇല്ലേ യൂസ്ഡ് ഫോർ ദി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് അല്ലേ? സൾഫ്യൂരിക് ആസിഡിന്റെ പ്രക്രിയയാണല്ലോ, സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് കോണ്ടാക്ട് പ്രോസസ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഇനി
ഇൻ കോണ്ടാക്ട് പ്രോസസ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ SO2 ആൻഡ് O2 ഈസ് എൻഡോതെർമിക്. കോണ്ടാക്ട് പ്രോസസ്സിൽ SO2ഉം O2ഉം എൻഡോതെർമിക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? അല്ലല്ലോ, അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അപ്പം സൾഫ്യൂരിക് ആസിഡിന്റെ ആ കോണ്ടാക്ട് പ്രോസസ്സിനെ കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, എങ്കിലുള്ള നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. ദെൻ ഇൻക്രീസിങ് ദ പ്രഷർ വിൽ പ്രൊഡ്യൂസ് മോർ SO3. അതായത് മർദ്ദം കൂട്ടിയാൽ കൂടുതൽ SO3 ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? മർദ്ദം കൂട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ SO3 ഉണ്ടാകും. ദെൻ ഇൻക്രീസിങ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ വിൽ ഡിക്രീസ് ദ എമൗണ്ട് ഓഫ് ദ പ്രൊഡക്റ്റ്. ഓക്സിജന്റെ അളവ് കൂട്ടിയാൽ ഉൽപ്പന്നത്തിന്റെ അളവ് അവിടെ കുറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ്? അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? അതൊരു റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഇത് ഫോർത്ത് റോങ് ആണ്. Increasing or decreasing the amount of SO2 does not change the amount of SO3. SO2ന്റെ അളവ് കൂട്ടിയാലും കുറച്ചാലും SO3യുടെ അളവിൽ വ്യത്യാസം വരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി V2O5 ഈസ് യൂസ്ഡ് ആസ് എ കാറ്റലിസ്റ്റ്. അത് കറക്റ്റ് ആണല്ലോ. V2O5 വനേഡിയം പെന്റോക്സൈഡ് ഉണ്ടല്ലോ അല്ലേ? അതെന്താണ്? അതൊരു ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്നു. Here the catalyst does not affect the chemical equilibrium. അതായത് ഇവിടെ ഉൽപ്രേരകം രാസസന്തുലനത്തെ സ്വാധീനിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഉൽപ്രേരകം എങ്ങനെയാണ്? കെമിക്കൽ ഇക്വിലിബ്രിയത്തിനെ അവിടെ സ്വാധീനിക്കുന്നില്ല. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഇവിടെ കറക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്? 1, 3, 6, 7 അല്ലേ? അപ്പം 1 കറക്റ്റ് ആണ്. 1 കറക്റ്റ് ആണുള്ള ഓപ്ഷൻ നോക്കുക. അതായത് എല്ലാത്തിലും 1 കറക്റ്റ് ആണ്. പിന്നെ 3 കറക്റ്റ് ആണ്. 3 ഉള്ളത് ഏതാണ്? ഇതാ B ഉണ്ട്, D ഉണ്ട് കേട്ടോ. 3 കേട്ടോ, 3 വന്നിട്ടുണ്ട്. പിന്നെ ഏതാണ്? 6 കറക്റ്റ് ആണ് അല്ലേ? 6 വരുന്നത് ഏതാണ്? Bയിലാണ് 6 വരുന്നത് ഇല്ലേ? Bയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ Dയിലും 6 വരുന്നുണ്ട് അല്ലേ? 7ഉം വരുന്നുണ്ട് കേട്ടോ. 7 ദാ Bയിൽ വരുന്നുണ്ട്, പക്ഷെ ഇവിടെ വരുന്നില്ല. അപ്പം ദാ B ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. നോക്കുക, B ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത് സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണമാണ്. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണം കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഇത് കൃത്യമായിട്ട് അതിന് സ്റ്റെപ്പുകളാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എഴുതാൻ സാധിക്കും കേട്ടോ. സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണമാണ് കോണ്ടാക്ട് പ്രോസസ്സ്. മനസ്സിലാക്കിയിരിക്കുക, പഠിക്കുക കേട്ടോ. മലയാളം എഴുതി കൊടുത്തിട്ടുണ്ട്. B ആണ് കേട്ടോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത നോക്കുക, 11th one. Which substance is used as a drying agent in the laboratory preparation of ammonia? അമോണിയയുടെ ലബോറട്ടറി പ്രിപ്പറേഷൻ ഉപയോഗിക്കുന്ന ഡ്രൈയിങ് ഏജന്റ് ഏതാണ്? കാൽസ്യം ഓക്സൈഡ് അല്ലേ? CO, ക്യുക്ലൈം എന്നൊക്കെ പറയുന്ന കാൽസ്യം ഓക്സൈഡ് ആണ് ഇവിടെ ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. Can concentrated sulfuric acid be used as a drying agent in this process? അതായത് write the chemical equation that occurs if it is used. ഈ പ്രക്രിയയിൽ ഗാഢ സൾഫ്യൂരിക് ആസിഡ് ശോഷകാരകമായി ഉപയോഗിക്കാൻ കഴിയുമോ? ഉപയോഗിച്ചാൽ നടക്കുന്ന രാസപ്രവർത്തനം എഴുതാനാണ് പറയുന്നത്. ഉപയോഗിക്കാൻ പറ്റുമോ സൾഫ്യൂരിക് ആസിഡ്? ഇല്ല, ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അമോണിയ സൾഫ്യൂരിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്യും, എന്നിട്ട് അമോണിയം സൾഫേറ്റ് അവിടെ ഉണ്ടാവും. അപ്പം പറ്റില്ല. ഉപയോഗിക്കാൻ കഴിയുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോ എന്നാണ് ഇവിടുത്തെ ആൻസർ കേട്ടോ. അതിൻ്റെ റീസൺ എന്താണ്? സൾഫ്യൂരിക് ആസിഡ് അമോണിയമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അമോണിയം സൾഫേറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് സൾഫ്യൂരിക് ആസിഡ് ഇവിടെ എന്താണ് ശോഷകാരമായിട്ട് അല്ലെങ്കിൽ ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡ്രൈയിങ് ഏജന്റാണ് ഉപയോഗിക്കുന്നത് ക്യുക്ലൈം കേട്ടോ. കാൽസ്യം ഓക്സൈഡ് കേട്ടോ. കാൽസ്യം ഓക്സൈഡ് അല്ലെങ്കിൽ ക്യുക്ലൈം ആണ് ഉപയോഗിക്കുന്നത്. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ ഡ്രൈയിങ് ഏജന്റ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ ബിക്കോസ് അമോണിയ ഈസ് ബേസിക് ആൻഡ് ക്യാൻ റിയാക്ട് വിത്ത് ദ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആൻഡ് ദെൻ ഇറ്റ് വിൽ ഫോം അമോണിയം സൾഫേറ്റ്. ഗാഢ സൾഫ്യൂരിക് ആസിഡ് ശോഷകാരമായി ഉപയോഗിക്കാൻ കഴിയില്ല. ഗാഢ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിച്ചാൽ അമോണിയ സൾഫ്യൂരിക് ആസിഡുമായി പ്രവർത്തിച്ച് അമോണിയം സൾഫേറ്റ് ഉണ്ടാകും ഇല്ല. അമോണിയ എന്ന് വെച്ചാൽ ബേസിക് ആണ് ഇല്ല. അപ്പം സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കുക, സർട്ടൺ ഫെർട്ടിലൈസേഴ്സ് ആർ ഗിവൺ കേട്ടോ. യൂറിയ, സോഡിയം നൈട്രേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ്. കംപ്ലീറ്റ് ദ ടേബിൾ എന്നാണ് പറഞ്ഞത്. ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫങ്ഷൻ ഇൻ പ്ലാന്റ്സ് ടു ആക്സിലറേറ്റ് പ്ലാന്റ് ഗ്രോത്ത്. പ്ലാന്റ് ഗ്രോത്തിനെ ആക്സിലറേറ്റ് ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെയാണുള്ളത്? യൂറിയ ഉണ്ട് അല്ലേ? പ്ലാന്റ് ഗ്രോത്തിനെ ആക്സിലറേറ്റ് ചെയ്യുന്ന യൂറിയ ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏതാണ്? സോഡിയം നൈട്രേറ്റ് ഉണ്ടല്ലേ? സോഡിയം നൈട്രേറ്റ് ഉണ്ട്. പിന്നെ ഏതാണ് ഉള്ളത്? അമോണിയം ഫോസ്ഫേറ്റ് ഇല്ലേ? അമോണിയം ഫോസ്ഫേറ്റ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ പഠിച്ച കാര്യമാണല്ലേ? അമോണിയം ഫോസ്ഫേറ്റ് ഉണ്ട്. പിന്നെ ഏതാണ്? പൊട്ടാസ്യം ക്ലോറൈഡും വരുന്നുണ്ട്. ഇത് 4ഉം ഇല്ലേ പ്ലാന്റിന്റെ ഗ്രോത്തിനെ ആക്സിലറേറ്റ് ചെയ്യുന്നതാണ് അല്ലേ? പൊട്ടാസ്യം ക്ലോറൈഡ്, ഇത് 4ഉം പ്ലാന്റിന്റെ ഗ്രോത്തിനെ ആക്സിലറേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ.
അടുത്ത ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതാണ് അമോണിയം ഫോസ്ഫേറ്റ് ഉണ്ടല്ലോ, അമോണിയം ഫോസ്ഫേറ്റ് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതാണ്. പിന്നെ അതാണ് പൊട്ടാസ്യം ക്ലോറൈഡും ഉണ്ടല്ലോ അല്ലെ, പൊട്ടാസ്യം ക്ലോറൈഡ് ഇത് രണ്ടും എന്താണ്, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതാണ്. ദെൻ ടു ബൂസ്റ്റ് ഇമ്മ്യൂണിറ്റി ഓഫ് പ്ലാന്റ്സ്, സസ്യങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതാണ് പൊട്ടാസ്യം ക്ലോറൈഡ് ആണ് അല്ലേ, പൊട്ടാസ്യം ക്ലോറൈഡ്. മനസ്സിലായല്ലോ? അപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഫെർട്ടിലൈസേഴ്സിന്റെ കേസിൽ പ്ലാന്റിന്റെ ഗ്രോത്തിനെ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം പിന്നെ ഓരോന്നിനും പ്രൊഡക്ടിവിറ്റി കൂട്ടാനൊക്കെ അതിനനുസരിച്ചിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ആൻസർ കൊടുത്തിട്ടുണ്ട്. മലയാളം മീഡിയത്തിലെ കുട്ടികൾ നോക്കി മനസ്സിലാക്കി എഴുതിയെടുക്കുക കേട്ടോ. പഠിക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പം എത്ര ഉള്ളു ഈ ഒരു ചാപ്റ്ററിൽ ലെറ്റസസ്? വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. നിങ്ങൾ പോയിന്റുകളാക്കി പഠിക്കുക കേട്ടോ, ഒരുപാട് ഇലാബറേറ്റ് ചെയ്ത് പഠിക്കൊന്നും വേണ്ട. സോഡിയം ഹൈഡ്രോക്സൈഡും സൾഫ്യൂരിക് ആസിഡും അതുപോലെ തന്നെ പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇതിൻ്റെയൊക്കെ നിർമ്മാണം എങ്ങനെയാണ് നടക്കുന്നത് ഓർത്തിരിക്കുക. അതിൻ്റെ നിർമ്മാണം നടക്കുന്നതിന് പ്രോസസ്സിന് എന്താണ് പറയുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. പ്രധാനമായിട്ടും സൾഫ്യൂരിക് ആസിഡ് ഇട്ട് അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ ആണല്ലോ? അപ്പം ഈ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്